റെജി ലൂക്കോസ്, വെരി ഗുഡ് മോർണിംഗ്. വളരെ വലിയൊരു പ്രഖ്യാപനമാണ് കേന്ദ്ര സർക്കാർ നടത്തിയിരിക്കുന്നത്. അതായത് പരിസ്ഥിതി ദൂഷണം പരമാവധി കുറയ്ക്കും, മാത്രമല്ല 9 മാസം കൊണ്ട് ഈ പദ്ധതി പൂർത്തിയാക്കും. അങ്ങനെ കേരളത്തിലെ റെയിൽ പാതകൾക്ക് ഇനി മിന്നൽ വേഗം കൈവരിക്കുകയാണ്. എന്തൊക്കെ വികസന സാധ്യതകൾ, അങ്ങ് എങ്ങനെയാണ് ഈ പ്രഖ്യാപനത്തെ നോക്കിക്കാണുന്നത്? ഗുഡ് മോർണിംഗ്. അത്ഭുതകരമായ ഒരു വികസനത്തിലേക്ക് കേരളത്തിലെ കൈകോർത്ത് ഒപ്പം കൊണ്ടുപോകാനായിട്ട് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് മാത്രമല്ല, നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം, നമ്മൾ ഉത്തരേന്ത്യയിലൂടെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വികസനത്തിന്റെ കാഴ്ചകൾ ഒരു നേർക്കാഴ്ചകളായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരും. കേരളത്തിലെ കേന്ദ്ര സർക്കാർ അവഗണിക്കുന്നു, കേന്ദ്രം ഒന്നും നൽകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തി BJPയെ കേരളത്തിൽ മാറ്റി നിർത്താൻ വേണ്ടിയിട്ടുള്ള ഈ വലത് ഇടതുപക്ഷ മുന്നണികളുടെ കഠിന ശ്രമങ്ങൾക്കുള്ള ഒരു ശക്തമായ താക്കീത് തിരിച്ചടിയാണ് ഈ അതിവേഗ റെയിൽ കോറിഡോർ എന്ന് പറയുന്നത്. ഇപ്പൊ കേരളത്തിനെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഒരു ഹൈസ്പീഡ് ട്രെയിനുമായിട്ട് 9 മാസത്തിനുള്ളിൽ തന്നെ ബന്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിന് ഈ കേരളത്തിലെ ജനങ്ങളോടുള്ള സ്നേഹവും താല്പര്യം എത്ര വലുതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്. രണ്ടാമത്, കേരള സർക്കാർ കൊണ്ടുവന്ന ഒരു സെമി ഹൈസ്പീഡ് ബുള്ളറ്റ് ട്രെയിനിന്റെ കേരയിൽ എന്ന് പറഞ്ഞ പദ്ധതി എന്തുകൊണ്ടാണ് അത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഫൈനലായിട്ടൊരു അനുമതി ലഭിക്കാതിരുന്നതിനുള്ള മറുപടി വളരെ വ്യക്തമാണ്. കേരള സർക്കാർ പറഞ്ഞത് മനഃപൂർവ്വം കേന്ദ്ര സർക്കാർ ഒഴിവാക്കുന്നു, മറ്റ് 21 സംസ്ഥാനങ്ങൾക്ക് അനുവദിച്ചിട്ടും കേരളത്തിന് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ അവസാനം ബഹുമാനപ്പെട്ട കേന്ദ്ര റെയിൽവേ മന്ത്രി പറഞ്ഞ എന്താ, കൃത്യമായ ഒരു അലൈൻമെന്റ്, കൃത്യമായ രീതിയിലുള്ള ബഡ്ജറ്റ് ഇതിനെക്കുറിച്ച് അവതരിപ്പിച്ചില്ല. വോട്ടിന് വേണ്ടിയിട്ട് കേരളത്തിലെ ഹൈസ്പീഡ് റെയിൽവേ കോറിഡോർ വരുമെന്നും സെമി ഹൈസ്പീഡ് കേരളയിൽ വരുമെന്നും അതിലൂടെ തങ്ങൾക്ക് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു നാടകമായിരുന്നു ഇവർ കളിച്ചെന്നുള്ളതിന് വളരെ വ്യക്തമായ തെളിവാണ്. ബഹുമാനപ്പെട്ട ഈ ശ്രീധരൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെ മെട്രോമാൻ എന്നറിയപ്പെടുന്നത്. അദ്ദേഹമാണ് കൊങ്കൺ റെയിൽവേയുടെ ടെക്നിക്കൽ സൈഡുകൾ മുഴുവൻ നൽകിയത്, പാമ്പൻ പാലത്തിന്റെ പദ്ധതികൾ, ഇങ്ങനെ നമുക്ക് ഒരുപാട് കാര്യം. ഡൽഹി മെട്രോ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അത് ആ മഹാനായ വ്യക്തിയുമായിട്ട് കേന്ദ്ര സർക്കാർ ആലോചിച്ച് അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ ഇന്നിപ്പോ ഞാൻ ഈ ശ്രീധരന്റെ മാധ്യമ സമ്മേളനം ഞാൻ കണ്ടിരുന്നു. അതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത്, കേരള സർക്കാർ ശരിക്കും ചെയ്യുന്നത് കേരളത്തിനോടുള്ള കടുത്ത ദ്രോഹമാണ്. പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ട് ആ പദ്ധതിയുടെ തലയും വാലുമില്ലാതെ കണ്ട് സമർപ്പിച്ചിട്ട് അതിന് അനുമതി നിഷേധിക്കുന്നത് കേന്ദ്ര സർക്കാർ അവഗണനയാണെന്നുള്ള ഭാഷ്യം ചാർത്തി കേരളത്തിലെ ജനങ്ങളോട് കാണിക്കുന്ന ഈ കടുത്ത ചതി ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയുന്നുള്ളതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. ഇന്നലെ നമ്മുടെ പ്രധാനമന്ത്രി കേരളത്തിൽ വന്നപ്പോൾ ചില മാധ്യമങ്ങൾ കൊട്ടിക്കൊഴിച്ചിട്ട് ഒന്നും പ്രഖ്യാപിച്ചില്ല എന്നുള്ളതും. പ്രധാനമന്ത്രി കേരളത്തിൽ വന്നത് തന്നെ എന്തിനാ? കേരളത്തിൽ ഒരു അവസരം BJPക്ക് നൽകൂ, ഞങ്ങൾ കേരളത്തിന്റെ വികസനങ്ങൾ കാണിച്ചു തരാം എന്ന് പറയാനായിട്ടല്ല, അവസരങ്ങൾ ഉള്ള കേരളത്തിൽ അവസരങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഉള്ള ഒരു വലിയൊരു പ്രബോധനം അദ്ദേഹം നടത്തിയത്. 3 ട്രെയിനുകൾ ഇന്നലെ, അതെ 4 ട്രെയിനുകൾ അദ്ദേഹം ഇന്നലെ ഫ്ലാഗ് ഓഫ് ചെയ്തു. അതുപോലെ തന്നെ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിന് ഏതെല്ലാം രീതിയിലുള്ള പദ്ധതികൾ കേന്ദ്ര സർക്കാർ കരുതി വെച്ചിരിക്കുന്നുണ്ട് ഏറ്റവും വലിയ തെളിവല്ലേ ഇന്ന് കേരളം വന്നിരിക്കുന്നത്, ഇന്ന് കേരളം കേട്ടത്. പക്ഷെ എന്നിട്ടും ഇപ്പോൾ ചില മാധ്യമങ്ങൾ ആ വാർത്തകൾ മറച്ചു വെച്ചുകൊണ്ട് തനി രാഷ്ട്രീയം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞു, ഒരു കാര്യം അടിവരയിട്ട് പറയാം, കേരളത്തിലെ ജനസമൂഹത്തിന്, കേരളത്തിലെ പരിഷ്കൃതമായ വിദ്യാസമ്പന്നമായ കേരളീയരെ BJP വിരോധം കുത്തിവെച്ച് തങ്ങൾക്ക് അധികാരത്തിലേറാൻ വേണ്ടിയിട്ട് 10 വർഷമായിട്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യത്തിനുവേണ്ടി സർക്കാർ നടത്തുന്ന പച്ചക്കള്ളങ്ങൾക്കുള്ള കനത്ത തിരിച്ചടിയാണ് ഇന്ന് ഈ ഹൈസ്പീഡ് ട്രെയിൻ കോറിഡോർ കേരളത്തിന് അനുവദിച്ചതായിട്ടും അതുപോലെ തന്നെ അതിന്റെ നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ ബഹുമാനപ്പെട്ട ആദരണീയനായ ഈ ശ്രീധരനെ ചുമതലപ്പെടുത്തിയതും അത് ഇതിന്റെ അടിവരയിട്ട ഒരു തെളിവ് തന്നെയാണ്. അപ്പൊ ഇതിലൂടെ ഒരു കാര്യം മനസ്സിലായി, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും കേരളത്തിൽ ജനങ്ങൾ BJPയോടൊപ്പം കൈകോർത്താൽ വലിയ രീതിയിലുള്ളൊരു മാറ്റം കേരളത്തിനുണ്ടാകുന്നത് പ്രതീക്ഷ തെളിവായിട്ട് തന്നെ നമ്മൾ മുന്നിൽ വന്നിരിക്കുന്നു. അതിനനുസരണമായിട്ട് കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്യുന്നതാണ് എന്റെ പ്രതീക്ഷ.